ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ രുചിയോട് കൂടിയിട്ടുള്ളൊരു മത്തങ്ങ തോരനാണ്. മത്തങ്ങ തോരൻ പലരും പല ടൈപ്പുകളിൽ തയ്യാറാക്കാറുണ്ടായിരിക്കും. എന്തായാലും അടുത്ത തവണ നിങ്ങൾ മത്തങ്ങ തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ തനി നാടൻ രുചിയിലുള്ള ഈ ഒരു മത്തങ്ങ തോരൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 1 കിലോ വരുന്ന മത്തങ്ങ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും നമുക്ക് ഈ കുക്കിംഗ് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വെറും 1/2 ഗ്ലാസ് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. നമ്മുടെ മത്തങ്ങയൊന്ന് കുക്കായിട്ട് വരട്ടെ. മത്തങ്ങ കുക്കാകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 1 മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം 6 മിനിറ്റോളം ആയിട്ടുണ്ട്. 3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചു, 3 മിനിറ്റ് തുറന്നു വെച്ചിട്ടുമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ മത്തങ്ങ തോരന് തനി നാടൻ രുചി കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് മുഴുവനായിട്ടും മത്തങ്ങ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, തനി നാടൻ രുചിയിലുള്ള മത്തങ്ങ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.